കർത്താവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നിങ്ങളെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. വളരെ പ്രസക്തമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേശം, പ്രത്യേകിച്ച് മലയാളികൾ, നമ്മുടെ സഭകളെല്ലാം ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം, ബഹുദൂരം എന്നൊക്കെ പറയുന്നത് പോലെ ദ കൾച്ചർ ഓഫ് മൈഗ്രേഷൻ, ഒരു കുടിയേറ്റത്തിൻ്റെ സംസ്കാരത്തിലേക്ക് കേരളത്തിലെ യൗവന തലമുറ അതിവേഗം വളർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും ചെറുപ്പക്കാർക്ക് പറയാനുള്ളത് അമേരിക്കയിൽ പോകുന്ന കാര്യവും, കാനഡയിൽ പോകുന്ന കാര്യവും, UK പോകുന്ന കാര്യവും, ഓസ്ട്രേലിയയിൽ പോകുന്ന കാര്യവും മാത്രമേ പറയാനുള്ളൂ. ഇനി പ്രവാചകന്മാർ വന്നാലും പ്രവാചകന്മാർക്കും പറയുവാൻ ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മഞ്ഞു പെയ്യുന്ന നാട്ടിലേക്ക് നിങ്ങളെ അയക്കാൻ പോകുന്നു. ഞാൻ ഇതിനൊന്നിനും എതിരല്ല. പക്ഷേ ഇത് ശരിയായ ദൈവ നിയോഗത്തിലല്ല നിങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു അപകടം പിടിച്ച സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ത്യയിൽ താമസിക്കാൻ കൊള്ളത്തില്ല, കേരളത്തിൽ താമസിക്കാൻ കൊള്ളത്തില്ല എന്നൊരു ബോധം പലരുടെ അകത്തങ്ങ് വന്നു കഴിഞ്ഞു. അത് തെറ്റാണ്. അത് ശരിയായ ഒരു തീരുമാനമല്ല. നിങ്ങൾ കുടിയേറ്റി പോകുന്നതോ മൈഗ്രേറ്റ് ചെയ്യുന്നതിനോ എതിരായി സംസാരിക്കുന്നയാളല്ല ഞാൻ. ബൈബിളിന്റെ കൾച്ചറിൽ തന്നെ ഇങ്ങനെയുള്ള കുടിയേറ്റങ്ങളുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുടിയേറ്റം അതിൻ്റെ ക്രിസ്ത്യാനിറ്റിക്കകത്ത് തന്നെ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അബ്രഹാമിനോട് തന്നെ ദൈവം പറയുകയാണ്, നിന്റെ പിതൃദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകണമെന്ന്. അപ്പോൾ കുടിയേറ്റം എന്ന് പറയുന്നത് അതൊരു ബൈബിളിലെ സംസ്കാരമൊക്കെയാണ്. പക്ഷേ നിങ്ങൾ വ്യക്തമായും ഒരു ദൈവശബ്ദം കേട്ടിട്ടല്ല നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ, നിങ്ങളോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവും ദൈവ നിയോഗത്തിലുമല്ല നിങ്ങൾ കുടിയേറി പോകുന്നത് എങ്കിൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കാര്യം, എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള, ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി സന്ദർശിക്കുവാൻ, അന്റാർട്ടിക്ക ഒഴികെ ബാക്കി എല്ലായിടത്തും പോകുവാൻ കർത്താവ് കൃപയാൽ ഭാഗ്യം തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം, വലിയ ആവേശത്തോടുകൂടി മൈഗ്രേറ്റ് ചെയ്ത് പോയ പലരും ഒരു 15 കൊല്ലം കഴിയുമ്പോൾ, 20 കൊല്ലം കഴിയുമ്പോൾ ദുഃഖിച്ചും വിഷമിച്ചും തലമുറകളുടെ ഭാവിയുടെ അനുഗ്രഹത്തിനു വേണ്ടി പോയവർ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആവേശത്തോടെ പോയ ഒത്തിരി പേർ പിന്നീട് എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്റർ ഇവിടെ വരണ്ടായിരുന്നു, അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. അത് മൈഗ്രേഷന്റെ കുഴപ്പമല്ല. പക്ഷേ ഒരു ദൈവശബ്ദമില്ലാതെ, ഒരു ദൈവ നിയോഗം ഇല്ലാതെയാണ് നിങ്ങൾ ഈ കാനഡയും അമേരിക്കയും UK ഓസ്ട്രേലിയയൊക്കെ പോകുന്നതെങ്കിൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ സമ്പത്ത് കിട്ടുമായിരിക്കാം, കുറെ കൂടെ ഉയർന്ന ജീവിത നിലവാരം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. ഞാൻ കണ്ട ഈ കുടിയേറ്റക്കാരിൽ 80% ആളുകളും തലമുറകളെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്ന ആളുകളാണ്. എന്നാൽ അതിനകത്ത് 20% ദൈവശബ്ദം കേട്ടുപോയവർ, തലമുറകളെ ദൈവകൃപയിൽ വളർത്തുവാൻ ഭാഗ്യം കിട്ടിയവർ, പരിശുദ്ധാത്മാവിന്റെ കൂടെ സഞ്ചരിക്കുന്ന അതിശക്തരായ തലമുറകളെ അമേരിക്കയിലും UK ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു ദൈവശബ്ദമില്ലാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു തലമുറയുടെ ഭാഗമായി തീരുവാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഈ മൈഗ്രേഷന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ഈ എഡ്യൂക്കേഷൻ കമ്പനിയും നിങ്ങളെ അവിടേക്ക് വിളിക്കുന്ന ആളുകളൊക്കെ ഈ ഇടുന്ന ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈഫൽ ടവറിന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് നിങ്ങളെ പാരീസിലേക്ക് വിളിക്കുന്നത്. ബുർജ് ഖലീഫയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് നിങ്ങളെ ദുബൈയിലേക്ക് വിളിക്കുന്നത്. അല്ലെങ്കിൽ പെന്റഗണിന്റെ ഫോട്ടോ കാണിച്ചിട്ടോ ഡിസ്നിയുടെ ഫോട്ടോ കാണിച്ചിട്ടോ ആണ് നിങ്ങളെ അമേരിക്കയിലേക്ക് വിളിക്കുന്നത്. അതല്ലെങ്കിൽ ഒപ്പാറ ഹൗസിന്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ ഓസ്ട്രേലിയയിലേക്കുള്ള പരസ്യം ലഭിക്കുന്നത്. ബിഗ് ബാങ് അല്ലെങ്കിൽ ആ ഫോട്ടോ കാണിച്ചിട്ടാണ് നിങ്ങളെ യൂറോപ്പിലേക്ക് വിളിക്കുന്നത്. ഈ ഫോട്ടോ കണ്ട് പോയ പലരും ജീവിതത്തിൽ ഇന്ന് വരെ 10-15 വർഷമായിട്ട് ഒപ്പാറ ഹൗസ് കണ്ടിട്ടില്ലെന്നും ബുർജ് ഖലീഫ കണ്ടിട്ടില്ലെന്നും പാരീസിലെ ഈഫൽ ടവർ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ?
നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഇതൊന്നും കാണാനുള്ള സമയമില്ല. നിങ്ങൾ വേറൊരു സംസ്കാരത്തിന്റെ ആളായി, തിരക്കുകൾക്ക് നടുവിൽ, പ്രാർത്ഥനയില്ലാത്ത, ആരാധനയില്ലാത്ത, ഞായറാഴ്ച പോലും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നിന്നെ അനുവദിക്കാത്ത മറ്റൊരു സംസ്കാരത്തിന്റെ ആളായി നീ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ആളുകളോട് ഞങ്ങൾ പറയാറുണ്ട്, ഈഫൽ ടവർ കാണണം, അല്ലെങ്കിൽ ഒപ്പറ ഹൗസ് കാണണമെന്ന് പറയുമ്പോൾ അവിടുത്തെ കുടിയേറ്റക്കാർ ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ കാണാൻ, പാസ്റ്ററെ 10 വർഷമായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, 15 വർഷമായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മറ്റൊരു ജീവിത സംസ്കാരത്തിലേക്കാണ് നിങ്ങൾ കയറുന്നത്. നിങ്ങൾക്ക് പൈസ ഉണ്ടാകും, ഒരു സംശയവുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടേണ്ട ഐശ്വര്യവും അനുഗ്രഹവും സമാധാനവും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഏറ്റവും അധികം സഞ്ചരിച്ച സഞ്ചാരികളിൽ ചിലരാണ് നമ്മുടെ കേരളത്തിന് അഭിമാനം തോന്നുന്ന സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാറുണ്ട്. കാര്യം, ലോകം മുഴുവൻ സഞ്ചരിച്ച് അറിവുകൾ നേടി വിവരമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന് എന്താ അമേരിക്കയിൽ സെറ്റിൽ ആവാൻ തോന്നാന്? അദ്ദേഹത്തിന് എന്താ കാനഡയിൽ സെറ്റിൽ ആകാൻ തോന്നാന്? അദ്ദേഹത്തിന് എന്താ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആകാൻ തോന്നാതിരുന്നത്? ഇതെല്ലാം കണ്ട ഈ മനുഷ്യന് ഇന്നും അദ്ദേഹം സെറ്റിലാകാനും താമസിക്കാനും ആഗ്രഹിക്കുന്നത് കേരളമാണ്. മറ്റൊരു വ്യക്തിയാണ് ലോകത്തിൽ ഏറ്റവും അധികം സഞ്ചരിച്ചുള്ള പാസ്പോർട്ടുകളുള്ള ബാംഗ്ലൂരിലുള്ള ഒരു സുവിശേഷകൻ കൂടെയാണ്. അദ്ദേഹത്തിന്റെ പേര് ബെന്നി പ്രസാദ് എന്നാണ്. ബെന്നി പ്രസാദ് എന്ന് പറയുന്ന അതേ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഏറ്റവും അധികം പാസ്പോർട്ടുള്ള ഗിന്നസ് റെക്കോർഡ് ഉള്ളത്. ലോകത്തിന്റെ 1-2 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ച ബെന്നി പ്രസാദ് താമസിക്കുന്നത് ഇന്ത്യയിലാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റൊരു സംസ്കാരത്തിൽ പോയി ജീവിക്കാനും വളരുവാനും പറ്റും. പക്ഷെ അദ്ദേഹം താമസിക്കുന്നത് ഇന്ത്യയിലാണ്. എന്താ കാര്യം? ഇന്ത്യ അത്ര സമ്പൽ സമർത്ഥമാണ്, കേരളം അത്ര മനോഹരമാണ്. നിങ്ങളുടെ തലമുറയുടെ അകത്ത് നിന്നും അനാവശ്യമായ ആരോ കുത്തിവെച്ച കാനഡയും അമേരിക്കയും ആഫ്രിക്കയും അന്റാർട്ടിക്കയും ഒക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ദൈവരാജ്യം എന്നൊരു ചിന്ത അവന്റെ അകത്തിടുകയും അവൻ എവിടെ താമസിച്ചാലും ദൈവരാജ്യത്തിന്റെ അകത്ത് താമസിക്കുവാനുള്ളൊരു നിയോഗം അവന് പറഞ്ഞു കൊടുക്കുകയും, അതല്ല ഒരു ദൈവശബ്ദം ഉണ്ടെങ്കിൽ അവൻ പോയിക്കോട്ടെ, അതൊരു ദൈവശബ്ദത്തിന്റെ പുറകിലാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുവാനും മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതല്ല ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട്, ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും മക്കൾ പോകുന്നു, എൻ്റെ മക്കളും പോയിക്കോട്ടെ എന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഞാൻ നേർക്കാഴ്ചകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാം, പലരുടെയും ജീവിതം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ആത്മനിയോഗമില്ലാത്ത കുടിയേറ്റങ്ങൾക്ക് തയ്യാറാകാതിരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പ്രവാചകന്മാർ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ നാടിനെ ഇളക്കി മറിച്ച സുവിശേഷകന്മാർ, എത്രയോ പേര് കെയർ ഹോമിൽ നിന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും തെറ്റല്ല. പക്ഷേ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്ന, ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന, നിന്നിലെ ദൈവകൃപയെ അണച്ചു കളയുന്ന ഒരു കുടിയേറ്റത്തിന് നിങ്ങൾ മുതിരാതിരിക്കുക. ഈ മൈഗ്രേഷന്റെ കൾച്ചറിൽ നിന്റെ തലമുറയെ വളരെ ഗൗരവത്തോടെ ദൈവകൃപയിൽ വളർത്തുവാനും അവന്റെ അകത്ത് ദൈവരാജ്യം എന്ന ആശയത്തിൽ അവനെ വളർത്തിയെടുക്കുവാനും നിങ്ങൾ മാതാപിതാക്കൾ തയ്യാറെടുക്കുക. എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയുന്നത്, ഒരു ദൈവശബ്ദമില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കുടിയേറ്റത്തിന് തയ്യാറാകാതിരിക്കുക. അതൊരു അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമുള്ള സ്ഥലത്ത് ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.